നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ നാണക്കേടായി അട്ടപ്പാടിയിൽ ഒരു സംഭവം അരങ്ങേറിയിരുന്നു. ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച ആ സംഭവം വലിയ വിമർശനങ്ങൾക്ക് ഇടവെച്ചിരുന്നു. ഒരിക്കൽ മധുവിനോട് ചെയ്തതിന് സമാനമായ സംഭവം തന്നെയാണ് അട്ടപ്പാടിയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ അർദ്ധനഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ മർദ്ദനമേറ്റ യുവാവ് ഇന്ന് കോടതിയിൽ ഹാജരാകും എന്ന റിപ്പോർട്ട് പറയാനുണ്ട്. സിജുവിനെ വിശദമായി കേട്ട ശേഷമായിരിക്കും റിമാൻഡിൽ കഴിയുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ജൂൺ 11 വരെയാണ് മണ്ണാർക്കാട് SC/ST കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തത്. മെയ് 24-നായിരുന്നു പ്രതികളായ ഷോളയൂർ സ്വദേശി റെജിൻ മാത്യുവും ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസും ചേർന്ന് ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ സിജു വേണുവിനെ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചത്. വാഹനത്തിന് മാർഗതടസ്സം ഉണ്ടാക്കി എന്ന് ആരോപിച്ച ഇങ്ങനെ ഒരു ക്രൂരമർദ്ദനം ആദിവാസി യുവാവിനോട് ചെയ്തത്. എന്തായാലും ആക്രമണം ചെറുത്തതോടെ യുവാക്കൾ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നായിരുന്നു സിജുവിന്റെ പരാതി. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ സിജുവിനെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സിജു ഇപ്പോഴും കൊട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹം കോടതിയിൽ ഹാജരാകുന്നത്. ഇത് ഈ കേസിൽ നിർണായകമായ ചില വഴിത്തിരിവിലേക്ക് കടക്കുമെന്നും അറിയാൻ കഴിയുന്നു. മകനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിജുവിന്റെ കുടുംബം രംഗത്തെത്തിയതോടെ അഗളി പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയായിരുന്നു. അന്വേഷണത്തിനിടെ സിജുവിനെ ആക്രമിച്ച റെജിൻ മാത്യുവും വിഷ്ണുദാസും കോയമ്പത്തൂരിൽ നിന്ന് പിടിയിലാവുകയും ചെയ്തു. സിജുവിനെ മർദ്ദിച്ചിട്ടില്ല എന്നും വാഹനത്തിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്തതോടെ കെട്ടിയിടുക മാത്രമാണ് ചെയ്തത് എന്നുമായിരുന്നു പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. SC/ST വിഭാഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയുന്ന നിയമപ്രകാരമാണ് പിടിയിലായ യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിലാണ് ഇന്ന് സിജു കോടതിയിൽ ഹാജരാകുന്നത്.